CPIക്ക് സംസ്ഥാന ഭരണം മടുത്തോ എന്നതാണ് ചോദ്യം. മടുത്തത് ഇടതുമുന്നണിയുടെ രണ്ടാം വട്ട ഭരണമാണോ അതോ മുന്നണി ഘടകകക്ഷി എന്ന പദവിയാണോ? ഇപ്പോഴും സംശയം അണികളിൽ തീർന്നിട്ടില്ല. 4 മന്ത്രിമാരും ഒരു ഡെപ്യൂട്ടി സ്പീക്കറുമുള്ള കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരെന്ന് ഇപ്പോഴും പുറപ്പുറത്ത് കിടന്ന് അവകാശപ്പെടുന്ന CPIക്ക് എങ്ങനെ മടുക്കാതിരിക്കും? CPMനേക്കാൾ വിഭാഗീയതാണ് ഇപ്പോൾ CPIയിൽ. CPMലെ വലിയേട്ടൻ ചെറിയേട്ടൻ കളി ഇപ്പോൾ CPIയിലേക്ക് ചാടി കയറിയതുപോലെയാണ്. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ വെളിയം ഭാർഗവനും കാനൻ രാജേന്ദ്രൻ പോലും ഇങ്ങനെ മുന്നണിക്കിട്ട് കുത്തില്ലായിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് ഇടതുപക്ഷ ഭരണം നിലവിലുണ്ടായിരുന്ന ബംഗാളിലെയും ത്രിപുരയിലെയും ഭരണനഷ്ടം ഓർമ്മ വേണമെന്നാണ്. ഓർമ്മിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനുമൊക്കെയാണെന്ന് ഓർക്കണം. അതും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുകൊണ്ട്. പറയുന്നത് ബിനോയ് വിശ്വമായതുകൊണ്ട് തന്നെ CPM അത് വലിയ കാര്യമായി എടുത്തിട്ടുമുണ്ട്. സംസ്ഥാന സമ്മേളനം ഒന്ന് കഴിഞ്ഞോട്ടെ എന്നാണ് CPMൻ്റെ ഇപ്പോഴത്തെ നിലപാട്. ബിനോയ് വിശ്വം ഈ പറഞ്ഞതൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് തന്നെയാണ്. സംസ്ഥാന സർക്കാരിനെതിരെ ആണികളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൊണ്ടുവന്ന് നിരത്തിയാൽ ഭയക്കുന്ന സർക്കാരാണോ അകത്തിരിക്കുന്നത് എന്ന് തോന്നിപ്പോവും ഈ ആവശ്യം കണ്ടാൽ. ബംഗാളിലും ത്രിപുരയിലും ഇപ്പോൾ ഇടതുപക്ഷം നിലവിലില്ലെന്നും കേരളത്തിൽ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം നിലവിലുള്ളതെന്നും അത് നിലനിർത്തേണ്ടത് കേരളത്തിലെ തൊഴിലാളി സമൂഹത്തിൻ്റെ ആവശ്യവും കടമയുമാണെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞു വച്ചത്. തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്താൽ മാത്രമേ ഇടതുമുന്നണിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് അണികളുടെ കയ്യടി കിട്ടാൻ വേണ്ടി ബിനോയ് വിശ്വം പറഞ്ഞു കളഞ്ഞു. കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഉപരോധം സൃഷ്ടിച്ച് തകർക്കുകയാണെന്നൊരു വസ്തുതയും ബിനോയ് വിശ്വം ഇടയ്ക്ക് പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഭരണകാര്യങ്ങളിൽ മുൻഗണന പാലിക്കണമെന്നാണ് ATUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ നൽകുന്നൊരു ഉപദേശം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാനത്തെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയായിരുന്നു ഈ KP രാജേന്ദ്രൻ എന്നുകൂടി ഓർക്കണം. ഇപ്പോൾ തൊഴിലാളി സംഘടനയുടെ നേതാവാണ്. CPMൻ്റെ തൊഴിലാളി സംഘടനയ്ക്കില്ലാത്ത ആ വിഷമവും വേദനയുമാണ് KP രാജേന്ദ്രനും അദ്ദേഹത്തിൻ്റെ ATUCക്കും. മുന്നണിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ നിരത്തിൽ പറയുമ്പോൾ അതിന് നിരത്തിൽ തന്നെ മറുപടി കിട്ടുമെന്നാണ് CPMലെ ഒരു വിഭാഗത്തിൻ്റെ നിലപാട്. CPI കാട്ടുന്നത് മുന്നണി മര്യാദയാണെന്ന് ചോദിച്ചാൽ ഇടതു മുന്നണി യോഗത്തിൽ അവർക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പറയാനുള്ള ആർജവം ഇതുവരെയില്ല. അതുകൊണ്ടാണല്ലോ ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ അടുത്ത വലം കൈയാണെന്ന് വരെ പറഞ്ഞിട്ടും ഇത്രയും കോലാഹലമൊക്കെ ഉണ്ടാക്കി കൂട്ടിയിട്ടും ഇതേ 4 CPI മന്ത്രിമാരിരുന്ന അതേ മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് തന്നെ MR അജിത് കുമാറിനെ കുറ്റവിമുക്തനായിക്കൊണ്ടുള്ള ചീഫ് സെക്രട്ടറിയുടെ ആ റിപ്പോർട്ടും അതിന് പിന്നാലെ അജിത് കുമാറിനെ DGP ആയി സ്ഥാനക്കയറ്റം നൽകിക്കൊണ്ടുള്ള ശുപാർശയുമൊക്കെ ഇവരും കൂടെ ചേർന്ന് അംഗീകരിച്ചത്. എന്നിട്ടിപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പെടുത്തപ്പോൾ CPI മുന്നണിക്കെതിരെ സർക്കാരിനെതിരെ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ അതിൻ്റെ ഗുണം നേടുക മറ്റാർക്കുമല്ല, പ്രതിപക്ഷത്തിനാകും. ഒന്നും മിണ്ടാതെ ഒന്നും ചെയ്യാതെ കോൺഗ്രസിന് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കുറേ CPI വോട്ട് പിടിക്കാം. ഇതിനേക്കാൾ ഭേദം CPI ഇടതു മുന്നണി വിടുന്നത് തന്നെയാണ്. ഞങ്ങൾ ഇപ്പോൾ വിടും, ഇപ്പോൾ പുറത്തു പോകും എന്നൊക്കെ പലതവണയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയെങ്കിലും കാര്യമായി ഒന്ന് ആലോചിക്കണം. അതാകും മുന്നണി മര്യാദയ്ക്കനുസരിച്ച് നല്ലത്. പക്ഷേ തിരുവനന്തപുരത്തെ പഴയ പാർട്ടി മന്ദിരം ഇടിച്ച് പൊളിച്ച് MN സ്മാരകം പുതുക്കിപ്പണിയുകയാണ്. അതിൻ്റെ പണി തീർന്നിട്ടില്ല. അതുകൂടി ഓർമ്മയിൽ വെച്ചിട്ട് വേണം 4 പാർട്ടി മന്ത്രിമാരെയും ഒരു ഡെപ്യൂട്ടി സ്പീക്കറുടെയും കൈ പിടിച്ച് ബിനോയ് വിശ്വം മുന്നണി വിടാൻ ഇറങ്ങിത്തിരിക്കുന്നത് എന്നുകൂടി ഒന്ന് ഓർത്തേക്കണം.